ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയനേക്കാൾ കൂടുതൽ വാർത്താ പ്രാധാന്യമുള്ള ഒരു നേതാവായി സുരേഷ് ഗോപി മാറിയിരിക്കുകയാണ്. സുരേഷ് ഗോപി അദ്ദേഹം ഇപ്പോൾ നമുക്കറിയാം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കലുങ്ക് സംവാദം, കാരണം ചെറിയ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അതിൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും വാർത്തയാണ്, എന്ത് ചെയ്താലും വാർത്തയാണ്, എന്ത് അനങ്ങിയാൽ വാർത്ത, നടന്നാൽ വാർത്ത, അദ്ദേഹം അപേക്ഷ സ്വീകരിച്ചാൽ വാർത്ത, സ്വീകരിച്ചില്ലെങ്കിൽ വാർത്ത. പക്ഷെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് ആ കലുങ്ക് സഭയിലൂടെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. സുരേഷ് ഗോപിക്ക് കഴിഞ്ഞില്ലെങ്കിലും CPM അത് ഒരു ഭാഗത്ത് നിന്നും നടപ്പിലാക്കി വരികയാണ്. ഒരാൾക്ക് വീട് വെച്ച് നൽകി, ഒരാളുടെ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി, അത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്നത് എയിംസുമായി ബന്ധപ്പെട്ട തർക്കമാണ്. വലിയ രീതിയിലാണ് എയിംസുമായി ബന്ധപ്പെട്ട തർക്കം. അത് CPM-നുള്ളിൽ മാത്രമല്ല BJP-ക്കുള്ളിലും പടർന്നു പിടിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഇങ്ങനെ സംവാദ വേദിയിൽ ഇരുന്നാണ് എയിംസ് വരും, ആലപ്പുഴ ജില്ലയിലായിരിക്കും എന്നതെല്ലാം പറയുന്നത്. ഇപ്പോൾ അതിനെതിരെ സർക്കാരിലെ ചിലർ രംഗത്തെത്തി. ഇദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു കേരളത്തിന് എയിംസ് വേണ്ട, തമിഴ്നാട്ടിലേക്ക് നൽകാനാണ് അദ്ദേഹം ആവശ്യം ഉന്നയിച്ചതായി അങ്ങനെ ഒരു വിമർശനം ഉന്നയിച്ചു. അതിനാണ് അദ്ദേഹം കൃത്യമായി മറുപടി നൽകിയിരിക്കുന്ന. എയിംസ് തമിഴ്നാട്ടിലേക്ക് എന്ന് പറഞ്ഞതിന് തെളിവ് തന്നാൽ ഞാൻ രാജിവെക്കാമെന്നാണ്. ഇദ്ദേഹം അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, അദ്ദേഹം വീണ്ടും രാജി പ്രഖ്യാപിക്കുകയാണ്. ഈ ഓണ സമയത്തും അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരുന്നു. അത് ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു സംഭവത്തിലാണ്. ട്രാൻസ്ജെൻഡറിന്റെ അവർക്ക് പണം, അവരുടെ സർജറികൾക്ക്, ശസ്ത്രക്രിയക്ക് ആവശ്യമായ പണം അനുവദിച്ചില്ലെങ്കിൽ വരുന്ന ഓണത്തിന് താൻ രാജിവെച്ച് സമരത്തിന് ഇരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഒരു വൈകാരികമായി തൻ്റെ പ്രകടനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ ചിലപ്പോൾ ഇത്തരം പരാമർശങ്ങൾ നടത്താം, പക്ഷെ ഇതിനെ ഓരോന്നിനെ തെറ്റ് കണ്ടെത്താനാണ് ഇവിടെ ആൾക്കാർ ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ സൂചി മുന പരിശോധിക്കുന്നത് പോലെ അങ്ങ് നോക്കി പരിശോധിക്കും. ഈ പരിശോധിക്കുന്നത് ആരെല്ലാമാണ്? ഇപ്പോൾ ഇദ്ദേഹം കലുങ്ക് ചർച്ച, സംവാദം നടത്തും, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി. നമ്മുടെ പിണറായി വിജയൻ ഇപ്പോൾ ഒരു സംവാദമുണ്ട്, അത് ഫോണിലൂടെയാണ്. ടെലിഫോണിലൂടെ വിളിച്ച് നമ്മുടെ പരാതികൾ നേരിട്ട് രേഖപ്പെടുത്താമെന്നാണ്. അദ്ദേഹത്തിന് എന്താ കലുങ്കിന് ഇരിക്കാൻ കഴിയില്ലേ? അദ്ദേഹം നമ്മുടെ നാട്ടിൻ പ്രദേശത്ത് ചോദിക്കുമ്പോൾ അംബാനിയുടെ മകനാണോ? ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു മന്ത്രിയാണല്ലോ, മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ വരില്ല. എത്ര മന്ത്രിമാർ ജനങ്ങൾക്കിടയിൽ വരും? അതിനൊന്നും സാധിക്കില്ല. പക്ഷെ ഇവർക്ക് കഴിയും. ശിവൻകുട്ടിയെല്ലാം അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി ചില പോസ്റ്റുകൾ മാറ്റി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഒരു പോസ്റ്റ് അദ്ദേഹം സുരേഷ് ഗോപിക്ക് വേണ്ടി മാറ്റി വയ്ക്കും. രാവിലെ സുരേഷ് ഗോപി കലിങ്കിലിരുന്ന് എന്തെങ്കിലും പറയും, അതിന് മറുപടി നൽകുക എന്നതാണ് ശിവൻകുട്ടിയുടെ തൊഴിൽ. അദ്ദേഹം കാണിച്ചതൊന്നും ഇവിടെയുള്ള ജനങ്ങൾ മറന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ, നിയമത്ത് ഞങ്ങൾ അക്കൗണ്ട് പൂട്ടിയെന്ന് പറഞ്ഞ് നടക്കുകയാണ്. എന്ത് പൂട്ടി ഇയാള്? BJP-യോട് വോട്ടുകൾ കൃത്യമായി തന്നെ കോൺഗ്രസിലേക്ക് പോയത് കൊണ്ട് ശിവൻകുട്ടിക്ക് വിജയിച്ചു. അല്ലാതെ 20,000 വോട്ടിന്റെ വലിയ വിജയമൊന്നുമല്ലല്ലോ സ്വന്തമാക്കിയത്. തൃശ്ശൂരിലെ സുരേഷ് ഗോപി വിജയിച്ചത് 70,000 വോട്ടിന്റെ വിജയമാണ്. അപ്പൊ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു 10,000-ന് മുകളിൽ വോട്ടിന്റെ വിജയം നേടാമായിരുന്നല്ലോ. അതിന് സാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതിലൂടെ തന്നെ നമുക്ക് വ്യക്തമാകുന്നത് എന്താണ്? BJP-യുടെ വോട്ടിലേക്ക് കോൺഗ്രസ് കടന്നു കയറുകയും CPM തങ്ങളുടെ വോട്ട് പിടിക്കുകയും ചെയ്തത് കൊണ്ട് ആ വിജയമുണ്ടായി. വരുന്ന തെരഞ്ഞെടുപ്പ് നമുക്ക് നോക്കാമല്ലോ. ആ മണ്ഡലം സ്വാഭാവികമായി തന്നെ അവിടെ നഷ്ടപ്പെടില്ലേ? നഷ്ടപ്പെടാതിരുന്നിട്ട് ശിവൻകുട്ടി പറയുകയാണ് ഇത് എൻ്റെ വിജയമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അംഗീകരിക്കാം. അത് കാണാമല്ലോ നമുക്ക്. ഇനി മാസങ്ങൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. അങ്ങനെ ആ നേമം മണ്ഡലം സ്വാഭാവികമായി തന്നെ BJP-ക്ക് വലിയ അടിത്തറയുള്ള മണ്ഡലമാണ്. അവിടെ കോൺഗ്രസിനെ പിളർത്തിക്കൊണ്ട്, കോൺഗ്രസിനെ വിഴുങ്ങിക്കൊണ്ടാണ് BJP കടന്നു കയറിയത്. അപ്പോൾ BJP-യെ വെട്ടി കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തിയപ്പോഴാണ് അവിടെ പരാജയം സംഭവിച്ചത്. എന്തായാലും എയിംസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തർക്കം നടക്കുകയാണ്. അതും മറ്റൊരു തമാശ പറയാം. പണ്ട് മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് 8 മന്ത്രിമാരുണ്ടായിരുന്നു. 8 മന്ത്രിമാരുണ്ടായിരുന്നിട്ട് അപ്പോൾ ഈ മുൻ മന്ത്രി V മുരളീധരനെയും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള സുരേഷ് ഗോപിയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെയും കോൺഗ്രസ് പാർട്ടിയിലെയും പ്രവർത്തകരും നേതാക്കളും വിമർശിക്കുന്നത് എന്താണ്? കേന്ദ്ര വാഴ എന്നാണ്. അങ്ങനെയാണെങ്കിൽ 8 വാഴകൾ ഉണ്ടായിരുന്നു. ഈ 8 വാഴകൾ ഉണ്ടായിരുന്നിട്ട് എന്തെങ്കിലും കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ? അന്ന് ചെയ്തിട്ടില്ല. പക്ഷെ ഈ
കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരു മന്ത്രി, അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് വിമർശനം. നിങ്ങൾ 8 പേരിരുന്ന മന്ത്രിസഭയിൽ അംഗമാണ്. ആദ്യ കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ താങ്ങി നിന്നല്ലോ 2004 മുതൽ. അന്ന് മച്ചമ്പി ആയിരുന്നല്ലോ, അണ്ണനും തമ്പിയുമായി ആയിരുന്നല്ലോ അവിടെ ഭരിച്ചത് 2004 മുതൽ. CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി ഭരിച്ചില്ലേ? അന്ന് എന്തുകൊണ്ട് വന്നു? നിങ്ങൾക്ക് കഴിവില്ല. അപ്പോൾ ആരെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിനെ എതിർക്കുക എന്നതാണ് നിങ്ങളുടെ നിലപാട്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട്. കേരളത്തിൽ വികസനം വരാൻ പാടില്ല. അങ്ങനെ വികസനം ഉണ്ടാകുകയാണെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റിന്റെ കോട്ട തകരും. കണ്ണൂർ എന്ന പ്രദേശമുണ്ടല്ലോ, ജില്ല, അവിടെ എന്ത് വികസനമാണുള്ളത്? കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയാണ്. അങ്ങനെ തങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിലല്ലേ വികസനം കാണിക്കാനുള്ളത്. നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഞങ്ങളുടെ വികസനം നിങ്ങൾ നോക്കിക്കോളൂ, ഇതാണ് ഞങ്ങളുടെ വികസനം, ഇതാണ് ഞങ്ങൾ ഈ കേരളത്തിൽ ഉടനീളം നടത്താൻ പോകുന്നത്. ഞങ്ങളുടെ വികസനം എന്താണ്? ഒരു സഹകരണ ബാങ്ക്, ഒരു ചായക്കട എന്ന രീതിയിലേക്ക് ചുരുങ്ങുകയല്ലേ? ആ രീതിയിൽ ചുരുങ്ങുന്നത് കൊണ്ടാണല്ലോ ജനങ്ങൾ നിങ്ങളെ മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് അടുപ്പിക്കാത്തത്. പക്ഷെ അങ്ങനെ ഒരു വികസനത്തിന് വേണ്ടി മുന്നോട്ട് വന്ന സുരേഷ് ഗോപി പോലുള്ളവരെ നിരന്തരം വിമർശിക്കുക, അദ്ദേഹത്തെ വേട്ടയാടുക. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അത് തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് നാം കണ്ടത്. അദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി, അദ്ദേഹത്തിന് ഒരു ജനപ്രീതി ലഭിക്കുന്നു എന്നൊരു തോന്നൽ വന്നതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ നിരന്തരം വിമർശിക്കുകയായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ ഇവർ തന്നെ വിശ്വസിച്ചു, സുരേഷ് ഗോപിയെ ഞങ്ങൾ, കാരണം സിനിമാ താരങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തെ വിമർശിക്കുകയാണല്ലോ. ഏറ്റവും അവസാനം വിജയിച്ചിട്ട് ഇപ്പോൾ തൃശ്ശൂരിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞൊരു ഗായകനുണ്ട്, വേടനാണ്. വേടന് മുൻപും പല താരങ്ങളും ഇത്തരം വിമർശനവുമായി വന്നിട്ടുണ്ട്. അന്നെല്ലാം CPM-ഉം കോൺഗ്രസും വിചാരിച്ചു ഞങ്ങൾ വിരിച്ച വലയിൽ സുരേഷ് ഗോപി വീണു. അദ്ദേഹത്തിനെതിരെ പല സിനിമാ താരങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു, സാധാരണക്കാർ വിമർശനം ഉന്നയിക്കുന്നു, സാംസ്കാരിക നായകർ വിമർശനം ഉന്നയിക്കുന്നു. അതുകൊണ്ട് തൃശ്ശൂരിൽ വലിയ തോൽവിയായിരിക്കും ഉണ്ടാകുക. അങ്ങനെ ആഗ്രഹിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹം വിജയം കൊയ്ത് മുന്നോട്ട് വന്നത്. എന്നിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടങ്ങാൻ കഴിയുന്നില്ല. അത് സ്വാഭാവികമായി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ അവർക്ക് മനസ്സിലാകും. എല്ലാ കാലത്തും കണ്ണൂരിലെ ഗ്രാമങ്ങൾ പോലെ കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളെ വച്ചിരിക്കാമെന്ന, ആ പ്രദേശങ്ങൾ രൂപീകരിക്കാമെന്ന ചിന്ത ഇനി CPM മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ തിരിച്ചടിയാവും. അത് എനിക്ക് തോന്നുന്നു അത് ഒരു പരിധിവരെ CPM തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഇപ്പോൾ വികസനത്തെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ CPM സംസാരിക്കുന്നത്. നവകേരളത്തെക്കുറിച്ച് മാത്രമാണ് വിഴിഞ്ഞം തുറമുഖവും അതോടൊപ്പം തന്നെ ദേശീയപാതയും എല്ലാം അവർ വലിയ രീതിയിൽ ഫ്ലെക്സിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫ്ലെക്സിലൂടെ, കാരണം ഇതെല്ലാം കേന്ദ്ര പദ്ധതികളാണെന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. പക്ഷെ ഫ്ലെക്സിലൂടെ അവർ നമ്മുടെ മരുമകൻ അടക്കമുള്ളവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ വരാൻ BJP ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കേരളത്തിൽ കാണാൻ പോകുന്ന പുതിയ രാഷ്ട്രീയമായിരിക്കും. പഴയ രാഷ്ട്രീയമെല്ലാം പൂർണ്ണമായി തന്നെ ഇല്ലാതാവുകയാണ്. പഴയ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ ശ്രമമാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം BJP-യും ഉയർത്തുന്ന രാഷ്ട്രീയമാണല്ലോ വികസന രാഷ്ട്രീയം. വികസനത്തിലൂടെ ഓരോ പ്രദേശത്തിന്റെ മാറ്റം, അത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾക്കും ആവശ്യം, പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് ആവശ്യം. യുവതലമുറ ആഗ്രഹിക്കുന്നുണ്ട്. അത് നേടാൻ കഴിയാത്തത് കൊണ്ടാണ് സർക്കാരുകൾ അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. അവർക്ക് കൃത്യമായ തൊഴിലും വിദ്യാഭ്യാസവും ഇവിടെ ജീവിക്കാനുള്ള സൗകര്യവും നൽകുകയാണെങ്കിൽ ആ സാധാരണക്കാരായ വിദ്യാർത്ഥികളും യുവജനങ്ങളും സാധാരണക്കാരും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടാകും. അതിനുള്ള ഒരു അവസരം ഇപ്പോൾ നൽകുന്നില്ല. അതിനുള്ള അവസരം നൽകിയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. പിന്നീട് ആ സ്ഥലത്തേക്ക് വളരാനാണ്. അങ്ങനെ യുവതലമുറയിലേക്ക് അത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ കഷ്ടപ്പാടുണ്ടായി, നിങ്ങൾക്ക് വിദേശങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുന്നു എന്ന ചോദ്യവും ഉന്നയിച്ചാണ് BJP-യുടെ വളരാൻ ശ്രമിക്കുന്നത്. അത് അതിവേഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചറിഞ്ഞ് അതിലൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ ഇവിടെ BJP വളരും. പിന്നീട് വളർന്ന ശേഷം വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ്, ഇരട്ട വോട്ടാണ്, കള്ള വോട്ടാണെന്നൊന്നും പറഞ്ഞാൽ വില പോകില്ല. അത് തന്നെയാണ് തൃശ്ശൂരിൽ സംഭവിച്ചത്. പക്ഷെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വീണ്ടും ഒരു രാജ്യപ്രഖ്യാപനമാണ് നാം ഇവിടെ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.